ഹായ് എല്ലാവർക്കും നമസ്കാരം. ഐപ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തുടങ്ങുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്, അഥവാ മലയാളത്തിൽ പറഞ്ഞാൽ സ്ഥിതവൈദ്യുതി. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു പാറ്റേൺ ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതായത് നമ്മളിനി പഠിക്കാൻ പോകുന്ന ഈ ഭാഗം എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം സ്ഥിതവൈദ്യുതിയെക്കുറിച്ച് പഠിക്കും. സ്ഥിതവൈദ്യുതി എന്ന് വെച്ചാൽ അനങ്ങാതിരിക്കുന്ന ചാർജിനെയാണ് നമ്മൾ സ്ഥിതവൈദ്യുതി എന്ന് പറയുന്നത്. ചാർജിന് മൂവ് ചെയ്യില്ല, എവിടെയെങ്കിലും കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ ആ ചാർജ് അവിടെ തന്നെ ഇരിക്കും, മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ ആ അനങ്ങാതിരിക്കുന്ന ചാർജിൻ്റെ പ്രത്യേകതകൾ എന്താണ്, അവയുടെ പ്രോപ്പർട്ടീസ് എന്താണ്, അത് കൊണ്ടുവരുന്ന എഫക്റ്റ് എന്താണ്, ഇലക്ട്രിക് ഫീൽഡ്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എന്ത് പറയും, ഈ ചാർജ് സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ എന്തുണ്ടാവും, കറണ്ട് ഉണ്ടാവും. കാരണം ചാർജുകൾ സഞ്ചരിക്കുമ്പോഴാണ് അവിടെ കറണ്ട് ഉണ്ടാവുന്നത് കേട്ടോ. അപ്പം നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റിയെ കുറിച്ച് പറയും. ധാരാവൈദ്യുതി, ഒഴുകുന്ന വൈദ്യുതി, ധാരാവൈദ്യുതിയെക്കുറിച്ച് സംസാരിക്കും. അതിനുശേഷം ഒഴുകുന്ന വൈദ്യുതി ഉണ്ടെങ്കിൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ മാഗ്നറ്റിസത്തെക്കുറിച്ച് സംസാരിക്കും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ ഇങ്ങനെ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഏറ്റവും ആദ്യം സ്റ്റാർട്ട് ചെയ്യാം സ്ഥിതവൈദ്യുതി. എന്താണ് സ്ഥിതവൈദ്യുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ഥിതവൈദ്യുതി എന്നത് നിശ്ചലമായ വൈദ്യുതി ചാർജുകളുടെ പഠനമാണ്. അനങ്ങാതിരിക്കുന്ന ചാർജ്. ഈ ശാഖയിൽ വൈദ്യുത ചാർജുകൾ തമ്മിലുള്ള ആകർഷണ വികർഷണ ബലങ്ങൾ, വൈദ്യുത ക്ഷേത്രങ്ങൾ, വൈദ്യുത പൊട്ടൻഷ്യൽ എന്നിവ പഠിക്കുന്നു. എന്താണ് വൈദ്യുത ക്ഷേത്രം? ഇലക്ട്രിക് ഫീൽഡിനെയാണ് നമ്മൾ വൈദ്യുത ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ സ്ഥിതവൈദ്യുതി എന്നത് നിശ്ചലമായ വൈദ്യുത ചാർജുകളുടെ പഠനമാണ്. ഈ ശാഖയിൽ വൈദ്യുത ചാർജുകൾ തമ്മിലുള്ള ആകർഷണ വികർഷണ ബലങ്ങൾ, വൈദ്യുത ക്ഷേത്രങ്ങൾ, വൈദ്യുത പൊട്ടൻഷ്യൽ എന്നിവ പഠിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങിയത് ചാർജിൽ നിന്നാണ് തുടങ്ങിയത്. അപ്പോൾ അനങ്ങാതിരിക്കുന്ന ചാർജിനെ കുറിച്ചുള്ള പഠനശാഖയാണ് സ്ഥിതവൈദ്യുതി അഥവാ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. നമ്മൾ +2 സമയത്ത് ഏറ്റവും ആദ്യം പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് സംഭവം, നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ സ്ഥിതവൈദ്യുതി എന്താണ്? അനങ്ങാതിരിക്കുന്ന ചാർജ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ എന്താണ് ഈ ചാർജ് എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കും. എന്താണ് ഈ ചാർജ്? ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞുതരാം. ബേസിക്കലി നമുക്ക് അറിയാം, ഈ ആറ്റംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആറ്റംസ് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂട്രൽ സ്റ്റേറ്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതെങ്ങനെയാണ് നമ്മൾ ന്യൂട്രൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്? നിങ്ങളൊരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ ആറ്റത്തിൻ്റെ അകത്ത് എന്തുണ്ട്? പ്രോട്ടോണുകളുമുണ്ട്, ന്യൂട്രോണുകളുമുണ്ട്. എവിടെ? അതിൻ്റെ ന്യൂക്ലിയസിൻ്റെ അകത്ത് അല്ലേ? ഇനി ഇത് കൂടാതെ എന്തുണ്ട്? അതിൻ്റെ പുറമേ ഷെല്ലുകൾ ഉണ്ട് അല്ലേ? ഷെല്ലുകളിൽ എന്തുണ്ട്? ഇലക്ട്രോണുകളുണ്ട്. എന്താണ്? ഇലക്ട്രോണുകൾ അതിൻ്റെ ഷെല്ലിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. ശരിയല്ലേ? ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും എന്താണ്? തുല്യമാണ്. എന്താണ്? പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും എങ്ങനെയാണ്? തുല്യമാണ്. ഇപ്പോൾ ഇവിടെ ഒരു 10 പ്രോട്ടോൺ ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 10 ഇലക്ട്രോണുകൾ ഇവിടെയും ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ 10 പ്രോട്ടോണുകൾ ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? 10 ഇലക്ട്രോണുകളുമുണ്ട്. 10 പ്രോട്ടോണുകളും 10 ഇലക്ട്രോണുകളുമുണ്ട്. ഓക്കെ, ഇനി പ്രോട്ടോണിന്റെ ചാർജ് എത്രയാ? 1.6 × 10⁻⁻19 കൂളമാണ്. ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാ? 1.6 × 10⁻⁻19 കൂളം. കൂളമൊക്കെ നമ്മൾ പുറകെ പറയും, പക്ഷെ ഒരു മൈനസ് ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ആലോചിക്കേ, 10 പ്രോട്ടോണിന്റെ ചാർജ് എന്ന് പറയുമ്പോൾ 10 × ഇത്, 10 ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുമ്പോൾ 10 × ഇത്. രണ്ടും കൂടി കൂട്ടിയാൽ എന്ത് കിട്ടും? രണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് 0 കിട്ടും. എത്ര കിട്ടും? 0 കിട്ടും അല്ലേ? അപ്പോൾ ബേസിക്കലി ഒരു ആറ്റം അപ്പാടെ എടുത്തു കഴിഞ്ഞാൽ ആ ആറ്റത്തിൻ്റെ ടോട്ടൽ ചാർജ് എത്രയാണ്? അത് 0ആണ്. എത്രയാണ്? 0ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ ആറ്റം ന്യൂട്രൽ സ്റ്റേറ്റ് ആണെന്ന് പറയാം. എല്ലാ ആറ്റംസും അങ്ങനെ ഒരു ന്യൂട്രൽ സ്റ്റേറ്റിലാണ് നിലനിൽക്കുന്നത്. ആ ന്യൂട്രൽ സ്റ്റേറ്റിൽ നിന്നുള്ള വ്യതിയാനമാണ് അതിന് ചാർജുകൾ കിട്ടുക എന്നത് പറയുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഒരു ആറ്റത്തിന് നമുക്ക് ചാർജ് കിട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു ന്യൂക്ലിയസ്, ആ ന്യൂക്ലിയസിൻ്റെ അകത്ത് 2 പ്രോട്ടോൺ ഉണ്ടെന്ന് വിചാരിക്കുക. ന്യൂട്രോൺ വേറെയാണ്, അത് ഞാൻ പറയാം. 2 പ്രോട്ടോൺ ഉണ്ടെന്ന് വിചാരിക്കുക. ദെൻ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉണ്ട് എന്ന് വിചാരിക്കുക. ടോട്ടൽ ചാർജ് എത്രയാണ്? ഇതിന് രണ്ടും കൂടി മുഴുവൻ ചാർജ് 0ആണ്. ശരിയല്ലേ? നമ്മൾ എന്ത് ചെയ്യാണ്? കുറച്ച് ഹീറ്റ് കൊടുക്കുകയാണ്. എന്തിലേക്ക്? ഈ ആറ്റത്തിലേക്ക് കുറച്ച് ചൂട് കൊടുത്തു എന്ന് വിചാരിക്കുക. എന്ത് സംഭവിക്കും? ചിലപ്പം ഈ ഇലക്ട്രോൺ ഇവിടുത്തെ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഒരു ഇലക്ട്രോൺ നേരെ ചാടി പുറത്തേക്ക് പോകും. ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടും. മനസ്സിലായോ? അപ്പോൾ നോർമൽ സ്റ്റേറ്റിൽ 2 പ്രോട്ടോണിക് ചാർജ് പ്ലസ് 2 ഇലക്ട്രോണിക് ചാർജ് കൂട്ടുമ്പോൾ നമുക്ക് 0ആണ് കിട്ടുന്നത്. കാരണം ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവുമായിരിക്കും. 0 കിട്ടും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ നിന്നും ഒരു
ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. ഒരു ഇലക്ട്രോൺ പോയി. അപ്പോൾ എന്തുണ്ട്? 2 അതുപോലെ തന്നെ ഉണ്ടാവും. മനസ്സിലായോ? ഒരു ഇലക്ട്രോൺ പോയി, അപ്പോൾ -1 അല്ലേ കൊടുക്കാൻ പറ്റൂ, കാരണം ഒരു ഇലക്ട്രോൺ പോയില്ലേ. ഇപ്പം ഇവിടെ ആണെങ്കിൽ 2 - 2 = 0 എന്ന് എഴുതാം. ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ ബാക്കി ഒരു ഇലക്ട്രോണേ ഇവിടെ ഉള്ളൂ. ആ ഇലക്ട്രോണിൻ്റെയാണ് -1. ദാറ്റ് ഈസ് ഈക്വൽ എത്രയാണ്? +1. അതായത് +1 ഇലക്ട്രോണിക് ചാർജ് കിട്ടി നമ്മൾ പറയും. അതായത് ഒരു ആറ്റത്തിൽ നിന്നും ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ആ ആറ്റത്തിന് ഒരു പോസിറ്റീവ് ചാർജ് കിട്ടി എന്ന് നമുക്ക് പറയാം. മനസ്സിലായോ? ഒരു പോസിറ്റീവ് ചാർജ് കിട്ടി എന്ന് പറയാം. ഇനി തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുക. ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ഒരു 2 ഇലക്ട്രോൺ ഇതിൻ്റെ അകത്തേക്ക്, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺ ഇതിൻ്റെ അകത്തേക്ക് വന്ന് ചേർന്നു എന്ന് വിചാരിക്കുക. മനസ്സിലായോ? ഇതിലേക്ക് ഈ ഷെല്ലിലേക്ക് ഒരു ഇലക്ട്രോൺ വന്നു എന്ന് വിചാരിക്കുക, ആറ്റത്തിലേക്ക് ഒരു ഇലക്ട്രോൺ വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് പറ്റും? 2 - എത്ര ഇലക്ട്രോൺ ഉണ്ട്? 3 ഇലക്ട്രോണുകളുണ്ട്. 2 - 3 = എന്താണ്? -1. എന്താണ്? 2 - 3 = എത്ര കിട്ടി? -1. അതായത് ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ വസ്തുവിന് എന്ത് കിട്ടും? ഒരു നെഗറ്റീവ് ചാർജ് കിട്ടും എന്ന് പറയും. അപ്പോൾ 10 ഇലക്ട്രോണിനെ സ്വീകരിച്ചാൽ നമ്മൾ എന്ത് പറയും? 10 നെഗറ്റീവ് ചാർജ് കിട്ടിയെന്ന് പറയും. 10 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ, അല്ലെങ്കിൽ കൊടുക്കുകയാണ്, വേറൊരാൾ കൊടുക്കുകയാണെങ്കിൽ എന്ത് പറയും? +10 ഇലക്ട്രോണിക് ചാർജ് കിട്ടിയെന്ന് പറയും. അതായത് ചാർജുകൾ, ഞാൻ പറയുന്നത് ചുരുക്കി ഇത്രയേ ഉള്ളൂ, ചാർജുകൾ നഷ്ടപ്പെടുവാണെങ്കിൽ വസ്തുവിന് പോസിറ്റീവ് ചാർജും ചാർജിനെ സ്വീകരിക്കുകയാണെങ്കിൽ അയാൾക്ക് നെഗറ്റീവ് ചാർജും കിട്ടുന്നു. അപ്പോൾ എങ്ങനെയാണ് ഒരു വസ്തു ചാർജ് ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെയാണ് ഒരു വസ്തു ചാർജ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മളെപ്പോഴും ഹീറ്റ് കൊടുക്കുന്നില്ല, റബ്ബ് ചെയ്താൽ മതി. റബ്ബ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റ് എനർജി കൊണ്ട് ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുകയും സ്വീകരിക്കുകയും ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ചാർജ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇതാണ് ചാർജ്. അപ്പോൾ ഇലക്ട്രോണുകളുടെ നഷ്ടം അല്ലെങ്കിൽ ഇലക്ട്രോണുകളെ സ്വീകരിക്കുക, ഈ പ്രോസസ്സുകളിലാണ് പലപ്പോഴും വസ്തുക്കൾക്ക് എന്ത് കിട്ടുന്നത്? ചാർജ് കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഇനി വായിച്ചാലോ നമുക്ക്. നോക്കൂ. ന്യൂട്രലായ വസ്തുക്കളിൽ മതിയായ ഊർജം ലഭിക്കുമ്പോൾ ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുകയോ സ്വീകരിക്കപ്പെടുകയോ ചെയ്യാം. ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുന്ന വസ്തുവിന് പോസിറ്റീവ്, സ്വീകരിക്കപ്പെടുന്ന വസ്തുവിന് നെഗറ്റീവ് ചാർജും ലഭ്യമാകുന്നു. നോക്കിയോളൂ. എന്താണ് ചാർജ്? ന്യൂട്രലായ വസ്തുക്കളിൽ മതിയായ ഊർജം, ഹീറ്റ് കൊടുക്കുകയാണ്, ഊർജം കൊടുക്കുമ്പോൾ ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുകയോ സ്വീകരിക്കപ്പെടുകയോ ചെയ്യാം. ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുന്ന വസ്തുവിന് പോസിറ്റീവ് ചാർജും സ്വീകരിക്കപ്പെടുന്ന വസ്തുവിന് നെഗറ്റീവ് ചാർജും ലഭ്യമാണ്. എന്താണ്? ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുന്ന വസ്തുവിന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോണുകൾ സ്വീകരിക്കുന്ന വസ്തുവിന് നെഗറ്റീവ് ചാർജും. അല്ലേ? ഈ പൈസ മേടിക്കുന്നവൻ കടക്കാരനാകുകയാണ് നമ്മൾ പറയാറില്ലേ. പക്ഷെ കൊടുക്കുന്ന ആരാ? ഒരുപാടുള്ള ആളാണ്. അയാൾ എത്ര കൊടുത്താലും അയാൾ പോസിറ്റീവാണ്, അയാൾക്ക് നഷ്ടമൊന്നുമില്ല. അപ്പോൾ അയാൾക്ക് പോസിറ്റീവാണ്. പക്ഷെ വാങ്ങിക്കുന്ന ആളെപ്പോഴും ഒരു കടക്കാരനായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നെഗറ്റീവ് ഒന്ന് ആലോചിച്ചാൽ മതി, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഒരാളോട് കടം ചോദിക്കാൻ തോന്നുമ്പോൾ ഒരു നെഗറ്റീവ് നമ്മുടെ മനസ്സിൽ തന്നെ വരില്ലേ? അയ്യോ എൻ്റെ പൈസയില്ല, അയ്യോ കഷ്ടം, മോശം, ഒരു ചമ്മലൊക്കെ വരും നമുക്ക് സ്വാഭാവികമായിട്ടും. അപ്പോൾ അതാണ് ഒരു നെഗറ്റീവാണ്. അപ്പോൾ അങ്ങനെ കൊടുത്താലും മതി. പൈസ കൊടുക്കുന്നവൻ പോസിറ്റീവും പൈസ വാങ്ങിക്കുന്നവൻ നെഗറ്റീവുമാണ് എന്ന് വിചാരിച്ചാൽ മതി. കേട്ടോ? ചുമ്മാ ഇതൊക്കെ ഓർത്തിരിക്കാൻ വേണ്ടി പറയുന്ന പരിപാടികളാട്ടോ. ഏതെങ്കിലും സമയത്ത് മറന്നുപോയി ഇതെങ്കിലും ഓർത്താൽ മതി. കേട്ടോ? ശരി. അപ്പോൾ ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുന്ന ആൾക്ക് പോസിറ്റീവ് ചാർജും ഇലക്ട്രോണുകൾ സ്വീകരിക്കപ്പെടുന്ന ആൾക്ക് നെഗറ്റീവ് ചാർജും ലഭ്യമാകുന്നു. അങ്ങനെയാണ് ചാർജിങ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ചാർജിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാർജിൻ്റെ പ്രോപ്പർട്ടിയാണ് ഈ പറയുന്ന ക്വാണ്ടികരണം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. എന്താണ്? ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അതായത് ഇലക്ട്രോണുകൾ എപ്പോഴും നഷ്ടപ്പെടുന്നതും സ്വീകരിക്കുന്നതും പൂർണ്ണസംഖ്യകളുടെ മൾട്ടിപ്പിളുകളായിരിക്കും. അതായത് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ഇ ചാർജ് കിട്ടിയെന്ന് നമ്മൾ പറയും. 2 ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുകയാണെങ്കിൽ 2 ഇ ചാർജ് കിട്ടിയെന്ന് പറയും. 3 ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുകയാണെങ്കിൽ 3 ഇ ചാർജ് കിട്ടിയെന്ന് പറയും. 4 ഇലക്ട്രോൺ നഷ്ടപ്പെടുകയാണെങ്കിൽ 4 ഇ ഇലക്ട്രോൺ. ഇത് തിരിച്ചും പറയാമല്ലോ. ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചാൽ -1 ഇ കിട്ടിയെന്ന് പറയും. 2 ഇലക്ട്രോൺ സ്വീകരിച്ചാൽ -2 ഇ കിട്ടിയെന്ന് പറയും. 3 ഇലക്ട്രോണിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ -3 ഇ എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുന്നതും സ്വീകരിക്കപ്പെടുന്നതും എങ്ങനെയാണ്? പൂർണ്ണസംഖ്യകളുടെ മൾട്ടിപ്പിളുകളായിരിക്കും. അല്ലാതെ ഒരിക്കലും 1.5 ഇലക്ട്രോൺ കിട്ടി അല്ലെങ്കിൽ 1.7 ഇലക്ട്രോൺ കിട്ടി എന്നൊന്നും ഒരിക്കലും പറയില്ല. 1 ഇലക്ട്രോൺ, 2 ഇലക്ട്രോൺ, 3 ഇലക്ട്രോൺ, 4 ഇലക്ട്രോൺ, 5 ഇലക്ട്രോൺ, 100 ഇലക്ട്രോൺ, 1000 ഇലക്ട്രോൺ, അങ്ങനെയാണ് നമ്മളെപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നത്. അല്ലാതെ ഒരിക്കലും ദശാംശമുള്ള സംഖ്യകൾ ഇട്ടുകൊണ്ട് ഇലക്ട്രോണുകളുടെ എണ്ണം വെച്ചുകൊണ്ടുള്ള ചാർജിനെ നമ്മൾ ഒരിക്കലും റെപ്രസെൻറ്റ് ചെയ്യില്ല. ഇതിനെയാണ് നമ്മൾ ക്വാണ്ടികരണം അഥവാ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത്. ദാ ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, കണ്ടോ? അതായത് ഒരു വസ്തുവിന് കിട്ടുന്ന മുഴുവൻ ചാർജ് എന്ന് പറയുന്നത് എത്ര ഇലക്ട്രോണുകൾ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ സ്വീകരിച്ചു ഇൻറ്റു ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എന്നാണ് നമ്മൾ പറയുന്നത്. മനസ്സിലായോ? ഒരു ഇലക്ട്രോണിക് ചാർജ്.
ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുകയാണെങ്കിൽ Q ഈക്വൽ ടു നമ്മൾ പ്ലസ് NE എന്ന് എഴുതും. മനസ്സിലായോ? ഇലക്ട്രോണുകൾ സ്വീകരിക്കുകയാണെങ്കിൽ Q ഈക്വൽ ടു മൈനസ് NE എന്ന് നമ്മൾ എഴുതും. മനസ്സിലായോ? അതായത് ഒരു വസ്തുവിന് കിട്ടുന്ന മുഴുവൻ ചാർജിനെയാണ് നമ്മൾ Q എന്ന് പറയുന്നത്. E എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിന്റെ ചാർജാണ്. എത്രയാണ്? 1.6 × 10⁻⁻19. ഞാൻ മൈനസ് എഴുതിയിട്ടില്ല, കാരണം മൈനസ് കിട്ടുന്നതോ സ്വീകരിക്കുന്നതോ വെച്ചിട്ട് വേണം പറയാനായിട്ട് ഇവിടെ. സോ നമ്മൾ രണ്ടും കൂടി കമ്പൈൻ ചെയ്താൽ Q ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് NE എന്ന് എഴുതാം. എന്താണ്? Q ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് NE. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വാണ്ടികരണം അഥവാ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? Q ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് NE. Q ഈക്വൽ ടു എന്താണ്? പ്ലസ് ഓർ മൈനസ് NE. ഇതിനെയാണ് നമ്മൾ ക്വാണ്ടികരണം എന്ന് പറയുന്നത്. എന്താണ്? ക്വാണ്ടികരണം. ഓക്കെ, അപ്പോൾ ഇവിടെ N എന്താ? N 1, 2, 3, 4 എക്സെട്ര. അല്ലാതെ ഒരിക്കലും N 1.5 വരില്ല, 1.3 വരില്ല, 1.8 വരില്ല, അതൊന്നും വരില്ല. N-ന്റെ വാല്യൂ എപ്പോഴും എത്രയായിരിക്കണം? 1, 2, 3, 4 അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഇലക്ട്രോണുകൾ സ്വീകരിക്കുമ്പോൾ പോസിറ്റീവ് ചാർജും സ്വീകരിക്കുമ്പോൾ നെഗറ്റീവ് ചാർജും, ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുമ്പോൾ പോസിറ്റീവ് ചാർജും. ഓക്കെ, Q ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് NE. അപ്പോൾ ഇവിടെ നമുക്ക് പരീക്ഷയ്ക്ക് എങ്ങനെ ചോദ്യം ചോദിക്കുക എന്നുകൂടി ഞാൻ പറഞ്ഞിട്ട് പോകണം കേട്ടോ. ചോദ്യം എങ്ങനെയായിരിക്കും ചോദിക്കേണ്ടാവുക? ഒരു വസ്തുവിൻ്റെ ചാർജ് 16 കൂളമാണ്. ഒരു വസ്തുവിൻ്റെ ചാർജ് 16 കൂളമാണ്. അങ്ങനെയാണെങ്കിൽ അതിലെ നമ്പർ ഓഫ് ഇലക്ട്രോണുകൾ എത്രയാണ് എന്ന് ചോദിക്കാം. എന്താണ്? ഒരു വസ്തുവിൻ്റെ ചാർജ് 16 കൂളമാണെങ്കിൽ അതിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? Q ഈക്വൽ ടു NE എന്ന് നമ്മൾ എഴുതുന്നത്. N ഈസ് ഈക്വൽ ടു എന്താണ്? Q/E എന്ന് നമുക്ക് എഴുതാം. ശരിയല്ലേ? ശരിയാണ്. അപ്പോൾ Q എത്രയാ? 16 കൂളമാണ്. 16 കൂളം. ഇലക്ട്രോണിക് ചാർജ് എത്രയാ? 1.6 × 10⁻⁻19 അല്ലേ? ഈ -19 നേരെ മുകളിലോട്ട് എടുക്കാം. അപ്പോൾ എത്ര കിട്ടും? 16 ഡിവൈഡഡ് ബൈ 1.6 × 10⁻19. മനസ്സിലായോ? 19. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 16/1.6 10 ആണ്. അപ്പോൾ 10 × 10⁻19 നമ്പർ ഓഫ് ഇലക്ട്രോണുകൾ എവിടെയുണ്ട്? അതിൻ്റെ അകത്തുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ചാർജിന് കാരണമായ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് 10 × 10⁻19 എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത്. അപ്പോൾ മനസ്സിലാക്കുക, ഇതൊരു പൂർണ്ണസംഖ്യയാണ് N. കണ്ടോ? അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ മനസ്സിലാക്കണം. ഇലക്ട്രോണിക് ചാർജ് 1.6 × 10⁻⁻19 കൂളമാണ്. നെഗറ്റീവ് ഞാനിവിടെ കൊടുത്തിട്ടില്ല. കൊടുക്കാത്തതിൻ്റെ കാരണം നമ്മളതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം പറയുകയാണ്. ഇലക്ട്രോൺ നഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലസ് ഇട്ട് എഴുതാം, ഇലക്ട്രോൺ സ്വീകരിക്കുകയാണെങ്കിൽ മൈനസ് ഇട്ട് ടോട്ടൽ ചാർജ് എഴുതാം നമുക്ക്. കേട്ടോ? ഇനി അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, സാറേ നമ്മൾ ചാർജിനെ കുറിച്ച് പറഞ്ഞു, എങ്ങനെയൊക്കെ നമുക്ക് ചാർജ് ചെയ്യാം? ഒരു വസ്തുവിനെ ചാർജ് ചെയ്യാനായിട്ട് പ്രധാനമായിട്ടും 3 വഴികളുണ്ട്. ഏതൊക്കെ വഴികളാണ്? ഒന്നാമത്തെ വഴി ഘർഷണം അഥവാ ചാർജിങ് ബൈ ഫ്രിക്ഷൻ ഓർ റബ്ബിങ്. ഘർഷണേ, ഇങ്ങനെ ഉരച്ചിട്ടേ റബ്ബ് ചെയ്യില്ലേ, ഘർഷണം. അപ്പോൾ ഘർഷണം വഴി ചാർജിങ് ബൈ ഫ്രിക്ഷൻ അല്ലെങ്കിൽ റബ്ബിങ് എന്ന് നമുക്ക് പറയാം. നോക്കൂ, എന്താണ് ഈ ചാർജിങ് ബൈ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒന്നുമില്ല. രണ്ട് വസ്തുക്കൾ തമ്മിൽ ഘർഷണം ഉണ്ടാക്കുമ്പോൾ ഇലക്ട്രോണുകൾക്ക് ഒരു വസ്തുവിൽ നിന്ന് മറ്റൊരു വസ്തുവിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു അല്ലേ? ഇപ്പോൾ 2 വസ്തുക്കളാണ്. ഇതിപ്പോൾ ഒരു വൂളാണെന്ന് വിചാരിക്കുക, തുണി. ഇതൊരു റോഡാണെന്ന് വിചാരിക്കുക, റോഡ് ഗ്ലാസ് റോഡോ അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇഷ്ടമുള്ള വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്യുക? ഈ 2 വസ്തുക്കൾ ഇങ്ങനെ പരസ്പരം റബ്ബ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ റബ്ബിങ്ങിൻ്റെ ഫലമായിട്ട് അവിടെ ഒരു ചെറിയ ഹീറ്റ് ജനറേറ്റ് ആവുന്നുണ്ട്. ആ ഹീറ്റ് ഈ ഇലക്ട്രോണുകൾക്ക് കിട്ടുകയും ഇലക്ട്രോണുകൾ ഷെല്ലിൽ ഇരിക്കുന്ന ഇലക്ട്രോണുകൾക്ക് ഈ എനർജി കിട്ടുന്നതിൻ്റെ ഫലമായിട്ട് ഇലക്ട്രോണുകൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുകയും ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഒരു വസ്തുവിൽ നിന്ന് മറ്റൊരു വസ്തുവിലേക്ക് സഞ്ചരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ 2 വസ്തുക്കൾ റബ്ബ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു വസ്തുവിൽ നിന്ന് മറ്റൊരു വസ്തുവിലേക്കായിരിക്കുമ്പോൾ ഇലക്ട്രോണുകൾ ട്രാവൽ ചെയ്യുന്നത്. ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുന്ന വസ്തുവിന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോണുകൾ സ്വീകരിക്കുന്ന വസ്തുവിന് നെഗറ്റീവ് ചാർജും ലഭ്യമാകുന്നു. ഇതാണ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ. ഉദാഹരണം നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, കൊച്ചു ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ സ്കെയിൽ എടുത്തിട്ട് തലയിൽ ഇങ്ങനെ ഉരസിയിട്ട് താഴെ കുറച്ച് പേപ്പർ കഷ്ണങ്ങൾ ഇട്ടിട്ട് അതിൻ്റെ മേളിൽ കൊണ്ടുവരുമ്പോൾ ഈ പേപ്പർ കഷ്ണം അതിലേക്ക് ചാടി പിടിക്കും. മനസ്സിലായോ? അപ്പോൾ തലയിൽ ഈ സ്കെയിൽ ഇങ്ങനെ ഉരയ്ക്കുന്ന സമയത്ത് സ്കെയിലിൽ മുടിയും സ്കെയിലും തമ്മിൽ റബ്ബ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ പറയുന്ന സ്കെയിലിൽ ചെറിയ ചാർജ് ഉണ്ടാകുന്നത്. ആ ചാർജ് പിന്നീട് വേറെ കുറച്ച് പരിപാടികൾ നടന്നിട്ടാണ് ഈ സാധനം മേളിലേക്ക് ചാടി പിടിക്കുന്നത്. കേട്ടോ? എക്സാമ്പിൾ, ഒരു ഗ്ലാസ് റോഡ് പട്ടുതുണിയുമായി ഘർഷണത്തിന് വിധേയമാകുമ്പോൾ ഇലക്ട്രോണുകൾ റോഡിൽ നിന്ന് തുണിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ തുണിക്ക് നെഗറ്റീവ് ചാർജും റോഡിന് പോസിറ്റീവ് ചാർജും കിട്ടുന്നു. ഇനി നമ്മൾ വളരെ സിമ്പിളായിട്ട് നെഗ്ലക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ കാണുന്നത്. അതായത് ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതല്ലേ, എനിക്കറിയാവുന്നതല്ലേ, ഞാൻ പണ്ട് +2 പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഓരോ ചെറിയ കാര്യങ്ങൾക്കും വളരെ 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 ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറയാം. ഓക്കെ, ഇവിടെ നോക്കിക്കോളൂ, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. ഇവിടെ ഗ്ലാസ്, ഇപ്പോൾ ഗ്ലാസും സിൽക്കും
തമ്മിൽ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ സിൽക്കിന് നെഗറ്റീവ് ചാർജും ഗ്ലാസിന് പോസിറ്റീവ് ചാർജും കിട്ടും. കമ്പിളി പുതപ്പും പ്ലാസ്റ്റിക് അല്ലെങ്കിൽ എബണൈറ്റും തമ്മിൽ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ എബണൈറ്റുകൾക്ക് നെഗറ്റീവ് ചാർജും കമ്പിളിക്ക് പോസിറ്റീവ് ചാർജുമാണ് ലഭ്യമാകുന്നത്. എബണൈറ്റും പൊളിത്തീനുമാണ് നിങ്ങൾ റബ്ബ് ചെയ്യുന്നതെങ്കിൽ നെഗറ്റീവ് ചാർജ് പൊളിത്തീനും പോസിറ്റീവ് ചാർജ് എബണൈറ്റിനും ലഭ്യമാവും. ഇനി നിങ്ങൾ ഉണങ്ങിയ മുടിയും ചീപ്പും തമ്മിലാണ് റബ്ബ് ചെയ്യുന്നതെങ്കിൽ നെഗറ്റീവ് ചാർജ് ചീപ്പിനും ഉണങ്ങിയ മുടിക്ക് പോസിറ്റീവ് ചാർജുമാണ് ലഭ്യമാകുന്നത്. ഓക്കെ, നമ്മൾ ഇത് എങ്ങനെ എന്തുകൊണ്ട് ഇത് നെഗറ്റീവ് പോസിറ്റീവ് കിട്ടുമെന്ന് നമ്മൾ അറിയണ്ട, നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ആരെ തമ്മിൽ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്ക് പോസിറ്റീവ് കിട്ടും, ആർക്ക് നെഗറ്റീവ് കിട്ടും, അത്രയും മാത്രം അറിഞ്ഞാൽ മതി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. ഞാനതാ പറയുന്നത്, ഇതൊക്കെ നമ്മൾ സിമ്പിൾ കാര്യങ്ങളായിട്ട് ഇങ്ങനെ വിടാറുണ്ട് ചിലപ്പോൾ. ഇതിപ്പോൾ ഓക്കെ അങ്ങനെയൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെയല്ല, ഇരുത്തി വായിക്കണം. ഞാൻ ഏതോ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുമുണ്ട്, നമ്മൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചെറിയ സിമ്പിൾ കാര്യങ്ങൾ പോലും, അതായത് നമ്മൾ വേണ്ട ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന യൂണിറ്റൊക്കെ ഇതൊക്കെ അറിയാവുന്നതല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, നമ്മളത് മനസ്സിരുത്തി ഉറപ്പിച്ച് പിന്നെ ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞാൻ എപ്പോഴും ജീവിതത്തിനെ കുറിച്ച് കണക്ട് ചെയ്ത് പറയാറുണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടാവും. വിദ്യാഭ്യാസമുള്ളവർ, വിദ്യാഭ്യാസം ഇല്ലാത്തവർ, നന്നായിട്ട് പഠിക്കുന്നവർ, പഠിക്കാത്തവർ, പൈസയുള്ളവർ, പൈസ ഇല്ലാത്തവർ, സൗന്ദര്യമുള്ളവർ, സൗന്ദര്യം ഇല്ലാത്തവർ, ഉയരമുള്ളവർ, ഉയരം ഇല്ലാത്തവർ, പല രീതിയിലുള്ള ആളുകളുണ്ട്. പക്ഷേ ഒരിക്കലും ഇതൊന്നും വെച്ചിട്ട് ആളുകൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യരുത്. നമ്മുടെ ലൈഫിൽ എപ്പോഴാണ് ഈ ആളുകളൊക്കെ നമ്മളെ സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെടുമാകുന്നത്, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് ഉപകാരപ്പെടുന്നത് ഒന്നും പറയാൻ പറ്റില്ല. ആരോട് കണക്റ്റ് ആവുന്നത് നമുക്ക് ഒരു കാലത്തും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒരേ വാല്യൂവും വിലയും കൊടുത്ത് നമ്മളെല്ലാവരും കാണണം കേട്ടോ. എല്ലാവരും. ഓക്കെ, ശരി, കം ടു ദ പോയിന്റ്. നമ്മൾ ഫിലോസഫിയൊക്കെ പറയാൻ പോയത് അങ്ങനെ അങ്ങ് പോകും. ശരി, കം ടു ദ പോയിന്റ്. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വസ്തുക്കളെ ചാർജ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ചാർജിങ് ബൈ ഫ്രിക്ഷനെ കുറിച്ച് സംസാരിച്ചു. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, ശ്രദ്ധിക്കൂ, സമ്പർക്കം മൂലമുള്ള ചാർജിങ് അഥവാ ചാർജിങ് ബൈ കണ്ടക്ഷൻ. എന്താണ് സമ്പർക്കം മൂലമുള്ള ചാർജിങ് അഥവാ ചാർജിങ് ബൈ കണ്ടക്ഷൻ? നമുക്ക് നോക്കാം. ചാർജ് ചെയ്ത വസ്തുവിൻ്റെ സമ്പർക്കം മൂലം മറ്റൊരു വസ്തുവിന് ചാർജ് ലഭിക്കുന്നത്. സമ്പർക്കം വഴി ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് വസ്തുക്കൾക്കും ഒരേ ചാർജ് ആയിരിക്കും. ഒന്നുമില്ല, ഇതൊരു റോഡാണ്. ആ റോഡിന് പോസിറ്റീവ് ചാർജ് ഉണ്ട് എന്ന് വിചാരിക്കുക. ആ പോസിറ്റീവ് ചാർജുള്ള റോഡ് മറ്റൊരു വസ്തുവിൽ വേറൊരു മെറ്റൽ പീസ് ഇരിക്കുകയാണ്. ആ വസ്തുവിൽ കൊണ്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇതിലുള്ള ചാർജ് അങ്ങോട്ടേക്ക് ഒഴുകും. രണ്ടിലെയും ചാർജ് തുല്യമാകുന്നവരെ ചാർജ് ഒരു വസ്തുവിൽ നിന്ന് മറ്റൊരു വസ്തുവിലേക്ക് ഒഴുകുന്നു. അതായത് പരസ്പരം ടച്ച് ചെയ്തിരിക്കുന്ന മൂലം ഒരു വസ്തുവിന് ചാർജ് ലഭിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സമ്പർക്കം മൂലമുള്ള ചാർജിങ് അഥവാ ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് സമ്പർക്കം മൂലമുള്ള ചാർജിങ് അഥവാ ചാർജിങ് ബൈ കണ്ടക്ഷൻ? ചാർജ് ചെയ്ത വസ്തുവിൽ സമ്പർക്കം മൂലം മറ്റൊരു വസ്തുവിന് ചാർജ് ലഭിക്കുന്നത്. സമ്പർക്കം വഴി ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് വസ്തുക്കൾക്കും ഒരേ ചാർജ് ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അടുത്തത് ഇവിടെ താഴെ എഴുതിയിട്ടുണ്ട്, ഒരു ചാർജ് ചെയ്ത റോഡിനെ ഒരു ലോഹഗോളവുമായി സ്പർശിക്കുമ്പോൾ ചാർജ് റോഡിൽ നിന്ന് ഗോളത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. കേട്ടോ? ഓക്കെ, ഫൈൻ. യെസ്, മൂന്നാമത്തെ വഴി. അപ്പോൾ ഫസ്റ്റ് വഴി എന്താണ്? അടുത്തത് നമ്മൾ ഘർഷണം വഴിയുള്ളതാണ് നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തെ എന്താണ്? സമ്പർക്കം വഴിയുള്ളതാണ്. മൂന്നാമത്തെ എന്താണ്? പ്രേരണ അഥവാ ചാർജിങ് ബൈ ഇൻഡക്ഷൻ. എന്താണ് പ്രേരണ അഥവാ ചാർജിങ് ബൈ ഇൻഡക്ഷൻ? എന്താണ്? ഒരു ചാർജ് ചെയ്ത വസ്തുവിൻ്റെ സാന്നിധ്യം മൂലം മറ്റൊരു വസ്തുവിൽ നടക്കുന്ന ചാർജുകളുടെ പുനഃക്രമീകരണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന്. അപ്പോൾ നമ്മൾ ഈ മൂന്നെണ്ണത്തിൽ പറയുന്നത് രണ്ടെണ്ണം നമുക്ക് ഫെമിലിയർ ആണ്. ഒന്നാമത്തത് ഒരയ്ക്കുമ്പോൾ ചാർജ് ഉണ്ടാകുന്നു, ടച്ച് ചെയ്യുമ്പോൾ ചാർജ് ഉണ്ടാകുന്നു. മൂന്നാമത്തത് എന്താ? ടച്ച് ചെയ്യാതെ ചാർജുകളുടെ പുനഃക്രമീകരണമാണ് നടക്കുന്നത്. എന്താണ്? ടച്ച് ചെയ്യാതെ ചാർജുകളുടെ പുനഃക്രമീകരണം. ഇത് നമുക്ക് വിശദമായിട്ട് പറയേണ്ടതുണ്ട്. പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾക്ക് കാണാം രണ്ട് വസ്തുക്കളാണേ. അതായത് ഒരു ലോഹഗോളവുമുണ്ട്, ഒരു റോഡുമുണ്ട്. ഈ റോഡിൻ്റെ പ്രത്യേകത എന്താ? റോഡ് പോസിറ്റീവായിട്ട് ചാർജ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ റോഡ് പോസിറ്റീവ് ചാർജ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, റോഡ് എന്താണ്? പോസിറ്റീവ് ചാർജ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ കയ്യിലുള്ള ലോഹഗോളം ഇതാണ്. ലോഹഗോളം ഇതാണ്. ലോഹഗോളം ഇതാണ്. യെസ്. അപ്പോഴേ ഈ പോസിറ്റീവ് ചാർജുള്ള റോഡ് ഈ ലോഹഗോളത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാമെന്ന് വിചാരിക്കുക. നിങ്ങൾക്കറിയാം ഈ ലോഹഗോളത്തിൽ ഒരുപാട് ഇലക്ട്രോണുകൾ ഉണ്ടാവുമെന്ന് നമുക്ക് അറിയാമല്ലോ. അപ്പോൾ നിങ്ങൾ ഈ പോസിറ്റീവ് ചാർജുള്ള റോഡ് പതുക്കെ ഈ ലോഹഗോളത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് എന്ത് സംഭവിക്കും? അതായത് ഈ ലോഹഗോളത്തിലെ ആറ്റത്തിൽ ഇലക്ട്രോണുകൾ പതുക്കെ ഈ സൈഡിലേക്ക് വന്ന് അക്യുമുലേറ്റ് ആവും. കാരണം എന്താ? നെഗറ്റീവ് ചാർജിനെ ഈ പോസിറ്റീവ് അട്രാക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഈ നെഗറ്റീവ് ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് മാറും. മനസ്സിലായോ? അപ്പോൾ നമ്മളൊരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ആറ്റം ഇങ്ങനെയാണെന്ന് വിചാരിക്കുക.
ഈ ആറ്റത്തിൽ ന്യൂക്ലിയസ് ഉണ്ട്, പ്രോട്ടോൺ അവിടെ ഉണ്ട്, ഇവിടെ ഇലക്ട്രോൺ ഉണ്ട്. നമ്മളിവിടെ ഒരു പോസിറ്റീവായിട്ടുള്ള റോഡ് കൊണ്ടുവയ്ക്കുമ്പോൾ എന്ത് പറ്റും? ഈ ഇലക്ട്രോൺ ഇങ്ങോട്ടൊരു വലിവ് വരും, അതായത് ഇവൻ ഇങ്ങോട്ട് നീങ്ങും, ഇലക്ട്രോൺ ഇങ്ങനെ തള്ളും ഇങ്ങോട്ട് എന്ന് പറയുന്ന പോലെ ഒരുപാട് ഇലക്ട്രോണുകൾ ഇതിനകത്തുണ്ട് ബോണ്ടിങ്ങിൽ. അപ്പോൾ പോസിറ്റീവ് ചാർജ് കൊണ്ടുവരുമ്പോൾ പതുക്കെ അവനൊരു ഇങ്ങോട്ടൊരു വലിവ് തോന്നും, ഒരു അട്രാക്റ്റീവ്. കാരണം നെഗറ്റീവും പോസിറ്റീവും പരസ്പരം അട്രാക്റ്റീവും അല്ലേ, പോസിറ്റീവും നെഗറ്റീവും പരസ്പരം അട്രാക്റ്റീവും. അപ്പോൾ എന്ത് പറ്റും? ഇവൻ ഇങ്ങോട്ടൊരു ചെറിയ വലിവ് ഫീൽ ചെയ്യാൻ തുടങ്ങും. മനസ്സിലായോ? ആ വലിവ് ഫീൽ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇലക്ട്രോണുകൾ ഇങ്ങോട്ട് മാറും. ഇലക്ട്രോണുകൾ ഇങ്ങോട്ട് മാറുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ ഭാഗത്ത് പോസിറ്റീവായി വരിക എന്നാണ് ഇതിന് അർത്ഥം. പോസിറ്റീവ് ചാർജ് ഉണ്ടെന്നല്ല പറയുന്നത്, ഇലക്ട്രോണുകളുടെ ഡെഫിഷ്യൻസിയാണ് നമ്മൾ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറയാം ഇവിടെ കമ്പാരിറ്റീവ്ലി പോസിറ്റീവാണ്, അതായത് ഇവിടെ നെഗറ്റീവാണ്, ഇവിടെ പോസിറ്റീവാണ്, അതായത് ഇതിനെ അപേക്ഷിച്ച് അവിടെ പോസിറ്റീവാണെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്ത് പറ്റും? കണ്ടോ? അപ്പോൾ ഇവിടെ എന്ത് പറ്റും? ഇവിടെ നെഗറ്റീവ് ഇങ്ങനെ അക്യുമുലേറ്റ് ആവും. മനസ്സിലായോ? ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇതിനെ അങ്ങ് ഗ്രൗണ്ട് ചെയ്യാം വേണമെങ്കിൽ. മനസ്സിലായോ? എന്നിട്ട് ഈ ചാർജുകളെല്ലാം ഭൂമിയിലേക്ക് കളയാം. എന്നിട്ട് ഈ റോഡ് ഇവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഇവ മുഴുവൻ നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ളൊരു ഗോളമായിട്ട് മാറും. മനസ്സിലായോ? ഇനി നമുക്ക് തിരിച്ചു പറയാൻ പറ്റും. നിങ്ങളൊരു റോഡ് കൊണ്ടുവന്ന് വിചാരിക്കുക, ആ റോഡ് നെഗറ്റീവ് ചാർജ് ചെയ്തിട്ടുള്ള റോഡാണെന്ന് വിചാരിക്കുക. ലോഹഗോളം ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇതാണ് ലോഹഗോളം. ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ ഈ സൈഡിലേക്ക് ആര് വരും? പോസിറ്റീവ് അക്യുമുലേറ്റ് ആവും ഈ സൈഡിലേക്ക്. ശരിയല്ലേ? കാരണം എന്താ? ഇത് നെഗറ്റീവാ, നെഗറ്റീവ് പോസിറ്റീവിനെ വലിക്കും. അതായത് ഇലക്ട്രോണുകളെ, ഈ ലോഹഗോളത്തിലുള്ള ആറ്റത്തിലുള്ള ഇലക്ട്രോണുകളെ ഈ നെഗറ്റീവ് റോഡ് അങ്ങോട്ട് തള്ളും. തള്ളുന്നതിൻ്റെ ഫലമായിട്ട് നെഗറ്റീവ് ഇങ്ങോട്ട് മാറും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ പോസിറ്റീവ് വരിക എന്നല്ലേ അർത്ഥം? മനസ്സിലാകുന്നുണ്ടോ? എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ വേണമെങ്കിൽ നമുക്ക് ഇവനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്ത് മാറ്റാം. എന്നിട്ട് എന്ത് ചെയ്യാം? ഈ ലോഹഗോളത്തെ ഗ്രൗണ്ട് ചെയ്യാം. ഇവനെ മാറ്റിയിട്ട് വേണം ഗ്രൗണ്ട് ചെയ്യാൻ. അപ്പോൾ ഈ ഇലക്ട്രോൺ എല്ലാം കൂടി ഒഴുകി ഭൂമിയിലേക്ക് പോകും. ബാക്കി എന്തുണ്ടാവുള്ളൂ? പോസിറ്റീവ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ പോസിറ്റീവ് ഫുള്ള് സ്പ്രെഡ് ആവും. മനസ്സിലായോ? ഇതാണ് ശരിക്കും പറഞ്ഞാൽ ചാർജിങ് ബൈ ഇൻഡക്ഷൻ അഥവാ പ്രേരണ എന്ന് പറയുന്നത്. കേട്ടോ? ഓക്കെ, വായിച്ചു പഠിക്കൂ. ഒരു ചാർജ് ചെയ്ത വസ്തുവിൻ്റെ സാന്നിധ്യം മൂലം മറ്റൊരു വസ്തുവിൽ നടക്കുന്ന ചാർജുകളുടെ പുനഃക്രമീകരണം, പ്രത്യേകം ശ്രദ്ധിക്കുക, പുനഃക്രമീകരണം മാറി മാറി നിന്നിട്ടാണ് ഇത് ഉണ്ടാകുന്നത്. കേട്ടോ? കുറിപ്പ്. ഇൻഡക്ഷൻ മൂലമുള്ള ചാർജുകളുടെ വസ്തുക്കൾ ആകർഷിക്കപ്പെടുന്നത് സമാന ചാർജുകൾ വസ്തുവിൻ്റെ അകന്ന വസ്ത്രങ്ങളിലേക്കല്ല കേട്ടാ, പ്രതലങ്ങളിലേക്ക്, കേട്ടോ, പ്രതലങ്ങളിലേക്ക് ചലിക്കുകയും സമീപവശങ്ങളിൽ വിപരീത ചാർജുകൾ ക്രമീകരിക്കപ്പെടുന്നതിൻ്റെ ഫലമാണ്. ഈ സംഭവം എന്താണെന്ന് പറഞ്ഞു തരട്ടെ. അതായത് ഞാൻ കുറേ മുമ്പ് നമ്മളൊരു സ്കെയിലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? മുടിയിലിങ്ങനെ ഉരച്ചിട്ട് സ്കെയിൽ താഴെ കൊണ്ട് വരയ്ക്കാൻ നേരത്ത് പേപ്പർ കഷ്ണം ചാടിപ്പിടിക്കും. അതിൻ്റെ തിയറി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചു, ഞാൻ അപ്പോൾ പറഞ്ഞുതരാം, ഞാനത് പറഞ്ഞുതരാമെന്ന്. നിങ്ങൾ തലമുടിയിൽ സ്കെയിൽ ഇങ്ങനെ ഉരസും അല്ലേ? ഉരസുമ്പോൾ ഫ്രിക്ഷൻ മൂലം സ്കെയിലിൽ ചാർജ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്കെയിൽ ചാർജ് ചെയ്ത് നിൽക്കുകയാണേ, പോസിറ്റീവ് ചാർജ് ആയി എന്ന് തന്നെ വിചാരിക്കാം. സ്കെയിൽ പോസിറ്റീവ് ചാർജ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, താഴെ എന്നിട്ട് നിങ്ങൾ സ്കെയിൽ തലേന്ന് ഇങ്ങനെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് താഴെ കുറച്ച് ഒരു പേപ്പർ കഷ്ണം മാത്രം വയ്ക്കുക. ഒരു പേപ്പർ കഷ്ണം ഇട്ടിട്ടുണ്ടെന്ന് വിചാരിക്കും. ഇതാണ് പേപ്പർ കഷ്ണം അല്ലേ? അപ്പോൾ ഈ സ്കെയിൽ ഈ പേപ്പർ കഷ്ണത്തിൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ എന്ത് പറ്റും? ഈ പേപ്പറിലെ ആറ്റത്തിലെ ഇലക്ട്രോണുകളെല്ലാം എങ്ങോട്ട് പോരും? ഈ അറ്റത്തേക്ക് പോരും. ഇലക്ട്രോണുകൾ ഈ അറ്റത്ത് അക്യുമുലേറ്റ് ആവും. മനസ്സിലായോ? പോസിറ്റീവ് എങ്ങോട്ട് പോകും? പോസിറ്റീവ് ഇവിടെ ആവും. കണ്ടോ? അപ്പോൾ നിങ്ങൾ നോക്കിയേ, സ്കെയിലിനോട് അടുത്ത് നിൽക്കുന്ന ഭാഗത്ത് നെഗറ്റീവ് ഓപ്പോസിറ്റ് ചാർജാണ് ക്രിയേറ്റ് ആയത്. സ്കെയിലിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ഭാഗത്ത് പോസിറ്റീവ് ചാർജാണ് ക്രിയേറ്റ് ആയത്. മനസ്സിലായോ? അതായത് സ്കെയിലിൻ്റെ അടുത്ത് നെഗറ്റീവ് ചാർജ് അക്യുമുലേറ്റ് ആകുകയാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഈ പേപ്പറിലെ ഇവിടുത്തെ നെഗറ്റീവ് ചാർജും ഈ പോസിറ്റീവ് ചാർജും അട്രാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇവൻ ചാടി ഇതിലേക്ക് പിടിക്കും. മനസ്സിലായോ? അപ്പോൾ ഇവിടുത്തെ ഒരു പോയിന്റ് റേസ് ചെയ്യുന്നത് ഞാൻ ഇങ്ങനെയാണ്. അതായത് ഇൻഡക്ഷൻ മൂലം അഥവാ പ്രേരണ മൂലം ചാർജ് ചെയ്യുന്ന സമയത്ത്, ഒന്നും ശ്രദ്ധിക്കൂ, ഇൻഡക്ഷൻ മൂലം അല്ലെങ്കിൽ പ്രേരണ മൂലം ചാർജ് ചെയ്യുന്ന സമയത്ത് വസ്തുവിൻ്റെ ഒരേ സൈഡിൽ വിപരീത ചാർജുകളാണ് ഉണ്ടാകുന്നത്. ഒരേ സൈഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇതും ഒരേ സൈഡാണ്. അടുത്തടുത്ത് വരുന്ന സൈഡുകളിൽ ഒരേപോലെയുള്ള ചാർജുകളല്ല, ഡിഫറെൻറ്റ് ചാർജുകളാണ് ക്രിയേറ്റ് ആവുന്നത്. ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ നെഗറ്റീവ്, ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ പോസിറ്റീവ്. പക്ഷേ അകന്ന പ്രതലങ്ങളിൽ എന്ത് സംഭവിക്കും? സമാനമായ ചാർജുകൾ ഫോം ചെയ്യുന്നു. കേട്ടോ? ഇനിയിപ്പോൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയത്, ഇൻഡക്ഷൻ മൂലമുള്ള ചാർജുകളുടെ വസ്തുക്കൾ ആകർഷിക്കപ്പെടുന്നത് സമാന ചാർജുകൾ വസ്തുവിൻ്റെ അകന്ന പ്രതലങ്ങളിലേക്ക്, വസ്ത്രങ്ങളല്ല, അകന്ന സമാനമായ ചാർജുകൾ
അകന്ന പ്രതലങ്ങളിലേക്ക് ചലിക്കുകയും സമീപവശങ്ങളിൽ വിപരീത ചാർജുകൾ പോസിറ്റീവ് നെഗറ്റീവ് ക്രമീകരിക്കപ്പെടുകയും ചെയ്യുന്നതിനാലാണ്. കേട്ടോ? സോ വൈദ്യുത ചാർജിൻ്റെ അടിസ്ഥാന ഗുണങ്ങൾ. ഓക്കെ, കം ടു ദ പോയിന്റ്. നമ്മളപ്പോൾ എന്താണ് ചാർജിങ് എന്ന് പറഞ്ഞു, എന്താണ് ചാർജ് എന്ന് പറഞ്ഞു, സ്ഥിതവൈദ്യുതി എന്താണെന്ന് പറഞ്ഞു, എന്താണ് ചാർജ് എന്ന് പറയുന്നു, 3 രീതിയിൽ എങ്ങനെ നമുക്ക് ചാർജ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ വിശദമായിട്ട് അതിൻ്റെ അകത്ത് പറഞ്ഞു അല്ലേ? 3 കാര്യങ്ങൾ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ചാർജിങ് ബൈ ഇൻഡക്ഷനാണ്, പ്രേരണ മൂലമുള്ള ആണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ്. ദെൻ നമുക്കിനി പഠിക്കാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാർജുകളുടെ പ്രത്യേകതകളാണ്, അടിസ്ഥാന ഗുണങ്ങൾ. ഒന്നാമത്തെ ക്വാണ്ടീകരണമാണ്. Q = ±NE എന്ന് പറയുന്ന ചാർജുകളുടെ ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഈ ക്വാണ്ടീകരണത്തെക്കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയുന്നില്ല, പക്ഷേ ഇവിടുത്തെ പോയിൻ്റാണ്. പിന്നെന്താ? സങ്കലനം അഥവാ അഡിറ്റിവിറ്റി ഓഫ് ചാർജ്. ഒരു സിസ്റ്റത്തിലെ വിവിധ ചാർജുകളുടെ ആകെത്തുകയാണ് അതിലെ മൊത്ത ചാർജ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളൊരു സിസ്റ്റം എടുക്കുക, ഇതാണ് നിങ്ങളുടെ സിസ്റ്റം. ആ സിസ്റ്റത്തിൽ Q1, Q2, Q3 എന്ന് പറഞ്ഞ 3 ചാർജുകളുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സിസ്റ്റത്തിൻ്റെ മുഴുവൻ ചാർജ് എന്ന് പറയുന്നത് എന്താണ്? Q1 + Q2 + Q3 ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സങ്കലനം അഥവാ അഡിറ്റിവിറ്റി ഓഫ് ചാർജ് എന്ന് പറയുന്നത്. ഒരു സിസ്റ്റത്തിലെ വിവിധ ചാർജുകളുടെ ആകെത്തുകയാണ് അതിലെ മൊത്തം ചാർജ്. Q = Q1 + Q2 + Q3. അടുത്ത എന്താണ്? സംരക്ഷണം അഥവാ കൺസർവേഷൻ ഓഫ് ചാർജ്. നമ്മൾ സാധാരണ എനർജിയിൽ പറയുന്ന പോലെ ഒരു ചാർജിനെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല അല്ലേ? എന്താണ്? വൈദ്യുത ചാർജുകൾ ഒരു വസ്തുവിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റപ്പെടും, എന്നാൽ പുതുതായി സൃഷ്ടിക്കപ്പെടുകയോ നശിക്കുകയോ ചെയ്യപ്പെടുന്നില്ല. അതാണ് എന്തെന്ന് പറയുന്നത്? ചാർജുകളുടെ കൺസർവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സിസ്റ്റത്തിലെ ചാർജ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. അത് പോസിറ്റീവോ നെഗറ്റീവായിട്ട് മാറി മാറി വരാം. പക്ഷെ അതർവൈസ് പുതിയതായിട്ട് ചാർജിന് ഉണ്ടാക്കാനൊന്നും പറ്റില്ല. നമുക്ക് മനസ്സിലായോ? നമുക്ക് ഒന്നിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കാം. ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതുമായിട്ട് കോൺട്രഡിക്ഷൻ ആവരുത്. മനസ്സിലായോ? സോ ആ ചാർജിൻ്റെ കൺസർവേഷൻ എന്താണ്? വൈദ്യുത ചാർജുകൾ ഒരു വസ്തുവിൽ നിന്ന് മറ്റൊരു വസ്തുവിലേക്ക് മാറ്റപ്പെടും, എന്നാൽ പുതുതായി സൃഷ്ടിക്കപ്പെടുകയോ നശിക്കുകയോ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം. നമുക്കപ്പോൾ ചാർജിൻ്റെ ബേസിക് കൺസെപ്റ്റ് പറഞ്ഞു. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് നിയമങ്ങളും അതിൻ്റെ പ്രോപ്പർട്ടി ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ കൂളംസ് എല്ലാം നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.